മാന്യ മഹാജനങ്ങൾക്ക് എൻ്റെ കാലിസ്റ്റനിക്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഏതെങ്കിലും ഒരു സ്കില്ല് കാണുമ്പം എൻ്റെ മോനെ ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കെങ്കിൽ ഈ വീഡിയോ ബാക്കി കണ്ടോ. ഒരു സ്കില്ല് പുതുതായിട്ട് കണ്ടാൽ എങ്ങനെയാണ് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നതെന്ന് കാണിച്ചു തരാം. 1 പുഷപ്പ് ഇനിയെങ്കിലും ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കുവാണ്. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം എനിക്കത് ചെയ്യാൻ പറ്റുമോ നോക്കും, ചുമ്മെങ്കിലും. കാരണം 1 പുഷപ്പ് പെട്ടെന്ന് ഇഞ്ചറി വരുന്ന ഒരു സാധനമല്ല. ഞാൻ തറയിൽ വീണ് മരിക്കത്തൊന്നുമില്ല. ഞാൻ 1 പുള്ളപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് പറ്റി, കുറെ ശ്രമിച്ചപ്പോൾ പറ്റി. കഴിഞ്ഞ വർഷം പറ്റി, ഈ വർഷം ഞാൻ മറന്നുപോയി അത് ചെയ്യാൻ. അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ആദ്യം എനിക്ക് പുഷപ്പ് ഒരു വാമപ്പിന് വേണ്ടി ഒരു 10-15 അടിച്ച് നോക്കുവാണ്. ആദ്യം ഞാൻ എന്റെ റിസ്റ്റ് ഒക്കെ ഒന്ന് ഇതാക്കുവാണ്. ഷോൾഡറും ചെസ്റ്റും വാമപ്പ് ആവാനാണ് ഞാൻ പുഷപ്പ് അടിക്കുന്നത്. പുഷപ്പിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കോറ് സിങ്ക് ആവാണ്ടിരിക്കാൻ നോക്കുക. കോറ് ടൈറ്റ് ചെയ്ത് പിടിച്ച് ചെസ്റ്റ് വരെയും ഒരേ ലൈനിലായിരിക്കണം. അത് കാലിസ്റ്റനിക്സിൽ ഏത് സ്കിൽ എടുത്താലും അങ്ങനെ തന്നെ കോറ് നമ്മളെപ്പോഴും ടൈറ്റ് ചെയ്ത് പിടിക്കണം. അതുകൊണ്ട് ഫോമും സെറ്റാവും, നമ്മൾ വിചാരിക്കുന്ന ബോഡി പാർട്സിനെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈ കഴുത്തൊക്കെ ഒന്ന് ഇതാക്കണം. പിന്നെ മെയിനായിട്ട് ഈ 2 ഭാഗത്തായിരിക്കും മിക്കവാറും പുഷപ്പ് ചെയ്യുമ്പം പെയിൻ വരാൻ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നല്ലോണം വാമപ്പ് ചെയ്യാനായിട്ട് കൈയൊക്കെ ഒന്ന് നല്ലോണം കറക്കണം. എൻ്റെ മനസ്സിൽ എളുപ്പമാണെന്നാണ് പറയുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ മെയിൻ സംഭവം ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോഗ്രഷൻ ചെയ്യുവാണ് എലിവേറ്റഡ് സർഫസിൽ വെച്ചിട്ട്. ഇത് പൊതുവെ എളുപ്പമാണ്. ഒരു നോർമൽ പുഷപ്പ് ആണെങ്കിലും ഫ്ലോറിൽ ചെയ്യുന്നതെന്നും എലിവേറ്റഡ് പൊസിഷനിൽ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 എണ്ണമായി. 5 എണ്ണം വെച്ച് 2 കയ്യിലും അടിച്ചു. എനിക്കിത് വലിയ പാടുള്ള സ്കില്ലാന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് നേരെ ഫ്ലോറിലോട്ട് പോയി ഫ്ലോറിൽ ചെയ്ത് നോക്കാം. ബാ, കൈ ടിൽറ്റ് ചെയ്തു, ജസ്റ്റ് ഓപ്പൺ ആക്കി. നമ്മൾ കാൽ 2 വൈഡ് ആക്കി വെക്കണം. വിചാരിച്ച പോലെ തന്നെ എളുപ്പമല്ല. കൈന്റെ ഇവിടെ നല്ലൊരു പിടുത്തമുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തിട്ട് കിടക്കുന്നു. കാലിസ്റ്റനിക്സിൽ കുറെ സ്കിൽ ഇങ്ങനെയാണ്, കാണുമ്പോൾ എളുപ്പമെന്ന് തോന്നും, പക്ഷേ ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാവും കട്ടപ്പാടാണെന്ന്. നമ്മുടെ മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന നമ്മൾ എങ്ങനെ അതൊക്കെ പറ്റുമോ പിന്നെ ചെയ്യാം അങ്ങനെയായിരുന്നു ഞാൻ. എന്നിട്ട് ഇപ്പം ചെയ്യാൻ നോക്കിയപ്പോൾ മൂഞ്ചി. ചെറിയൊരു സപ്പോർട്ടിന് ഞാൻ ഇങ്ങനെ വെച്ച് ചെയ്യുവാണ്. ഇതിന്റെ പേര് ആർച്ചർ പുഷപ്സ് എന്നാണ്. അടുത്ത ഈ കൈ ചെയ്യുവാണ്. ഇത് ഒരു ചെസ്റ്റ് ഡോമിനന്റ് ആക്കിയിട്ട് മറ്റേ ചെസ്റ്റിലെ ചെറിയൊരു സപ്പോർട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന പുഷപ്പാണ്. ഇങ്ങനത്തെ പ്രോഗ്രഷൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെങ്ത് ബിൽഡ് ആവും. അതായിരുന്നു ഇത്രയും ചെയ്തതിലെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വന്ന് 1 പുഷപ്പ്. ലെഫ്റ്റ് ഡൗൺ നോക്കാം. ഞാൻ റിയൽ സൗണ്ട് അതുപോലെ ഇട്ടിട്ടുണ്ട്. സംഭവം ഞാനും കേട്ടപ്പോഴാണ് മനസ്സിലാക്കിയത് അത്യാവശ്യം എഫേർട്ട് ഇട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അത് കൗണ്ട് ആവുമെന്ന് അറിഞ്ഞൂടാ. അവസാനത്തെ 2 എണ്ണം എനിക്ക് ചെയ്താൻ പറ്റിയ പോലെ തോന്നി. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ വീണ്ടും ഒരു കോൺഫിഡൻസ് വന്നു. ഇതാണ് മൈൻഡ് സെറ്റ്. തുടക്കം ചെയ്തപ്പം വീണ്ടും പറ്റുന്ന ഒരു തോന്നൽ വന്നു, വീണ്ടും സംശയം വന്നു, പറ്റും തോന്നി, സംശയം വന്നു. ഇങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ കളിച്ച് നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് വരും. പിന്നെ അങ്ങ് ചെയ്യാം. എന്തായാലും ഇപ്പം എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാനത് 2-3 വട്ടം ചെയ്തു. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഈ വട്ടം സെറ്റ് ആയിരിക്കും. വാ, ഇതിങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. എന്നിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും പിറകിലോട്ട് പോകുന്നുള്ളൂ തോന്നും നമുക്കിടയ്ക്ക്. അത് ഇനഫ് റെസ്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. അത്യാവശ്യം റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ വീണ്ടും സംഭവം കിട്ടുന്നതായിട്ട് തോന്നും. ഇത് ഞാൻ വീണ്ടും ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം റെസ്റ്റ് ഞാൻ കൊടുത്തിട്ടില്ല. ഈ റെസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോഴേ കിട്ടേണ്ടതായിരുന്നു സാധനം. പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ കൈ ടിൽറ്റ് ചെയ്ത് വയ്ക്കണം. പിന്നെ കാലും ആദ്യം ചെയ്യുമ്പം കുറച്ച് വൈഡാക്കി വെച്ചാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇടത്തെ കൈയും സെറ്റായി തുടങ്ങി. ഞാൻ വലത്തെ കൈ ചെറിയൊരു സപ്പോർട്ടിന് വെച്ചിട്ടേ ഉള്ളൂ. കൂടുതൽ വർക്കും ലെഫ്റ്റ് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുവാണ്. നടന്നില്ല, കുഴപ്പമില്ല, ഫസ്റ്റ് ട്രൈ അല്ലേ, എന്നാൽ ലെഫ്റ്റും കൂടെ ചെയ്തിട്ട് ഞാനിത് കിടക്കുന്നുള്ളൂ. അങ്ങനെ ഒരെണ്ണം കിട്ടി. റൈറ്റ് ഹാൻഡ് പിന്നെ നമ്മൾ പല പരിപാടികൾക്കും ഉപയോഗിച്ച് ശീലമുള്ളത് കൊണ്ട് നമുക്ക്
ഏതൊരു ഗാനം പഠിക്കാൻ ശ്രമിക്കുമ്പോഴും റൈറ്റ് ആദ്യമേ കിട്ടും. ആ മോനെ, അങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റിനോടെ എത്തിപ്പിടിച്ചു. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഞാൻ 1 പുഷപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഓരോ കാര്യവും പഠിക്കുന്നത്. ചെയ്തു നോക്കും, പറ്റൂലെന്ന് മനസ്സിലാവും. അപ്പോൾ അതിന് പ്രോഗ്രഷൻ ചെയ്യും. പ്രോഗ്രഷൻ സെറ്റായി വരുമ്പോൾ നമുക്ക് മറ്റേത് ട്രൈ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വരും. എന്നിട്ട് അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം കത്തൂല. ആദ്യം നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ചെയ്തോട്ടേ ഇരിക്കും. പിന്നെ ഒരു സമയം കത്തും. ഒരിക്കൽ കത്തിയാൽ മതി. ഒരിക്കൽ ക്ലിക്ക് ആകുമ്പോൾ ആ ബ്രെയിനിൽ നമ്മുടെ ഒരു എവിടെയോ സ്റ്റോർ ആവും. പിന്നെ അതിനുശേഷം വീണ്ടും വീണ്ടും ചെയ്തു നോക്കുമ്പോൾ വീണ്ടും നമുക്ക് തെറ്റിപ്പോവും. പക്ഷെ നമ്മൾ എപ്പോഴും ഒരിക്കൽ നമുക്ക് അത് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ശരിയായിട്ട് കിട്ടിയാൽ മതി. പിന്നെ അത് എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ വീണ്ടും അത് കിട്ടും. പിന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴത്തേക്കും ആ ഓർമ്മയുള്ളതുകൊണ്ട് വീണ്ടും കിട്ടും. പിന്നെ ഫ്രീക്വൻസി കൂടി തുടങ്ങും. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഈ 5 കിട്ടിയത്. പൊളി. ആദ്യം ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സത്യം പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എനിക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ. പിന്നെ എത്ര മസിലുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ ചെയ്യാൻ. അപ്പം എത്ര മസിലുണ്ടെന്ന് പറഞ്ഞാൽ ഹാൻഡ് ചെയ്യാൻ പറ്റില്ല, ബാക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല. അത് പഠിച്ചില്ലേ പറ്റുള്ളൂ. അതുപോലെയാണ് 1 പുഷപ്പും. ടെക്നിക്ക് പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കുറച്ച് കൂടിയൊരു സ്കില്ലായിരുന്നെങ്കിൽ കുറെ നാളെടുക്കും. കത്താൻ തന്നെ കുറച്ച് നാളെടുക്കും. പിന്നെ കത്തിക്കഴിഞ്ഞിട്ട് വല്ലപ്പോഴും കിട്ടത്തുള്ളൂ. പിന്നെ ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും ബ്രെയിന് കോർഡിനേറ്റ് ചെയ്തു തുടങ്ങി, കാലും കൈയും എങ്ങനെ വെക്കണം എന്നുള്ളത്. പിന്നെ എനിക്ക് സംഭവം കത്തി കഴിഞ്ഞപ്പോൾ ശരിയാവും തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇത് പഠിച്ചത്. അപ്പൊ ഞാൻ ഇതിപ്പോ ഒരു 2 മാസം ചെയ്തില്ല, ഞാൻ വീണ്ടും മറക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇതൊന്ന് ബ്രെയിൻ രജിസ്റ്റർ ആവുന്ന വരെ വല്ലപ്പോഴും ഒന്ന് ചെയ്യും. വല്ലപ്പോഴും ചെയ്ത് നോക്കുമ്പോൾ ബ്രെയിൻ രജിസ്റ്റർ ആവും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ സ്കില്ലും നമുക്ക് പഠിക്കാം. അടുത്ത ദിവസം ജിമ്മിൽ പോയിട്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടെ വൃത്തിക്ക് സംഭവം കിട്ടുന്നുണ്ട്. ബോഡി ഈ സമയം കൊണ്ട് ഹീലായതുകൊണ്ടാണ് ഇന്ന് കുറച്ചുകൂടെ എഫേർട്ട്ലെസ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.